എത്ര ഹിന്ദു നമ്മൾക്കിടയിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട്, എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള പണങ്ങളിൽ നിന്ന് നിങ്ങൾ അപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു, ഇപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു, പള്ളിയിലുള്ളവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ എടുത്തിട്ട് പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു. ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഞാനൊരു ദൃക്സാക്ഷി പറയാം. അവിടെ ശബരിമല വിഷയം കൊടികുത്തി കൊടുത്തുമ്പോൾ അവിടെ വായ മൂടിക്കെട്ടിപ്പോയി അയ്യപ്പന്മാരെ തല്ലരുത് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു അധികാരതയിൽ ഞാൻ പറയട്ടെ, ഈ പ്രഹസനം ആർക്ക് വേണ്ടിയാണ്? ഈ സമയം 10 വർഷത്തോളം നിങ്ങൾ അയ്യപ്പനെ നല്ല സകല ക്ഷേത്രങ്ങളെയും നിങ്ങൾ അങ്ങേ അറ്റം, കാരണം ശരിയാണ്, ഇന്ത്യയിൽ ഹിന്ദുക്കൾ കൂടുതൽ ഉള്ള സമയത്ത് ക്ഷേത്രത്തിൽ വരുന്ന പൈസകൾ നിങ്ങൾ മറ്റു മതസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കിയിരുന്നു. അത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഇപ്പോ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിലുള്ള പണങ്ങൾ നിങ്ങൾ മറ്റു കാര്യത്തിന് എന്തിനുപയോഗിക്കുന്നു? ആ ഹിന്ദുവിൻ്റെ ഓരോരോ അടിസ്ഥാനം, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനില്ലാതെ, അവൾ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചു പോകാനില്ലാതെ എത്ര ഹിന്ദു നമ്മൾക്കിടയിൽ നരകയാതന അനുഭവിക്കുന്നുണ്ട്, എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വലിയ വലിയ ക്ഷേത്രങ്ങളിലുള്ള പണങ്ങളിൽ നിന്ന് നിങ്ങൾ അപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു, ഇപ്പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു, പള്ളിയിലുള്ളവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ എടുത്തിട്ട് പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു. അതൊക്കെ വിട്ടുകൊടുത്ത് ഹിന്ദുവിന് വേണ്ടി അടിസ്ഥാന തത്വം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരല്ല നമ്മളെ ഭരിക്കേണ്ടത്. നിങ്ങൾ ഭരിക്കൂ. കാരണം നിങ്ങൾ നമ്മളിൽ ഒരാളാണ്. പക്ഷെ നമ്മുടെ ക്ഷേത്രത്തെ അടിച്ചമർത്തിയിട്ടോ, ചിത്രയാട്ടത്തിന് നിങ്ങൾ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്നു? 3 ദിവസം ഉണ്ണാതിരുന്നവളാണ് ഞാൻ. 3 ദിവസം അവിടെ ഒരു ബസ്സിൽ നിറയാണ് പെണ്ണുങ്ങളെ കൊണ്ടുവന്നത്. എന്തൊരു പ്രൊട്ടക്ഷനോടുകൂടെ അന്ന് ഞാൻ അവിടെയുണ്ട്. 3 ദിവസം ഞാൻ പച്ചവെള്ളം കുടിക്കാതെ ഞാൻ അവിടെ ഇരുന്നു. ഇവിടെ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറ തുറന്നിട്ട് എക്സിബിഷൻ 50 രൂപയ്ക്ക് നമുക്ക് സ്വർണം വെക്കാമെന്ന് പറഞ്ഞു. ഞാനും സമാധിയായ പുഷ്പാഞ്ജലി സ്വാമികൾ അടക്കം 24 പേര് കന്യാകുമാരി ഇന്ന് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി കന്യാകുമാരി വരെ പോയി 10 ലക്ഷം ഒപ്പ് ശേഖരിച്ച് ഞങ്ങൾ ഈ സുപ്രീം കോടതി കൊണ്ടുകൊടുത്തതിന്റെ വിധിയാണ് ഈ കൊട്ടാരത്തിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഞാനൊരു പെണ്ണ് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ? ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാനാണോ വന്ന് ഇങ്ങനെ ചെയ്യേണ്ടത്? ഓരോരുത്തരും ഇറങ്ങൂ, നമുക്കൊരു സ്വസ്ഥമായ ജീവിതം തരൂ. ക്ഷേത്രങ്ങൾ എന്തിനാണ്? സാധാരണക്കാരന്റെ സങ്കടം പറയാനുള്ളതാ. അതൊരു ബിസിനസ് കേന്ദ്രമാക്കരുത് പ്ലീസ്. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ സുരേഷ് കുമാർ. ശബരിമല മാഡം ഒരു കാര്യം മാഡം പറഞ്ഞു, നിങ്ങളും ഞങ്ങളിൽ ഒരാളാണ്. മാഡം തീർച്ചയായും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ വൈറസിൽ അംഗമല്ല ഞാൻ. ദയവേത് നിങ്ങൾ എന്നെ അതിൻ്റെ കൂടെ കൂട്ടരുത്. എന്റെ എളിയ റിക്വസ്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ദേവസ്വം ബോർഡിലെ ഫണ്ട് എടുത്ത് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ വർഗീയ വിധ്വംസക വൈറസ് പ്രവർത്തനമാണ്. ആ വൈറസിൽ ഞാൻ അംഗമല്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം അങ്ങ് ഇവിടെ പറഞ്ഞു, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചു. എൻ്റെ സൂര്യക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം ഇതേ സമയത്ത് നടപ്പിലാക്കിയതാണ്. അവിടെ മുദ്രാവാക്യം വിളിക്കാൻ മേഡത്തെ കണ്ടില്ല. എന്തേ കണ്ടില്ല? കേരളത്തിലും കേരളം ഇന്ത്യയിലല്ലേ? സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയല്ലേ ഈ 2 ക്ഷേത്രത്തിലും വന്നത്? ഈ 2 ക്ഷേത്രത്തിലും വന്നത് ഒരേ വിധിയല്ലേ? എന്തേ നിങ്ങൾ കേരളത്തിന്റെ വിധിക്ക് മാത്രം പ്രാമുഖ്യം നൽകുന്നു? എന്തേ കേരളത്തിന്? അപ്പൊ നിങ്ങൾ ഇന്ത്യക്കാരിയല്ലേ? ഞാൻ നിങ്ങളല്ലേ ചോദിച്ചത്? പ്ലീസ്, നിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് ന്യൂനപക്ഷ പ്രകടനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാഡം അങ്ങേയറ്റത്തെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുന്നു. മാഡം പറഞ്ഞ ആ വൃത്തത്തിനകത്ത് ഞാൻ ഉൾപ്പെടൂല, ഞാൻ മാത്രം. സുരേഷ് കുമാർ അവസാനം അവർ ചോദിച്ചതാണ്, ഇത് ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്. അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള അണിയറ പ്രവർത്തനങ്ങളാണോ നടക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കുന്നു. ഒരിക്കലുമല്ല. ഉത്തമരായിട്ടുള്ള വിശ്വാസം 24 മണിക്കൂർ നട തുറന്നു കൊടുക്കുക. എരുമേലി വിമാനത്താവളം വരുന്നു. ഞാനൊന്ന് പറയട്ടെ, ഉത്തമരായ വിശ്വാസികളെ കൊണ്ടുവരുന്നു. ഉത്തമരായ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ്, ഞാൻ അടിവരയിട്ട് പറയുന്നു,
ശബരിമലയുടെ യശസ്സും പ്രാധാന്യം ഇന്നുള്ളതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതിന് നാളെ നിങ്ങൾ പറയും ഈ സർക്കാർ ഏറ്റെടുത്ത ഉദ്യമം അല്ല, ഇനി 10 മടങ്ങ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ഈ പ്രാധാന്യം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പോകുന്നത്? എങ്ങനെ വർദ്ധിപ്പിക്കാൻ പോകുന്നത്? അല്ല, അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് ഈ 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. ലോകത്താകമാനം ശബരിമല വിശ്വാസികളുണ്ട്. ലോകത്താകമാനം ഓരോ കാലഘട്ടത്തിലും വ്രതം നോറ്റ് ഈ ശബരിമലയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്ന ശബരിമല വിശ്വാസികൾ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ, നമുക്കതിനെ സങ്കുചിതമായി മേഡം പറഞ്ഞതുപോലെ നടത്തിയില്ലെങ്കിലും ആൾക്കാർ വരും. തെറ്റാണ്. കഴിഞ്ഞ തവണ വന്നത് 58 ലക്ഷം. ഞാൻ പറയട്ടെ, എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ബാക്കി എല്ലാവരും കൂടി മറുപടി പറയുന്നാൽ കഴിഞ്ഞ തവണ വന്നത് 58 ലക്ഷം വിശ്വാസികൾ, ഇത്തവണ വന്നത് 65 ലക്ഷം വിശ്വാസികൾ. ഈ രൂപത്തിൽ ഇതിന്റെ യശസ്സും പ്രശസ്തിയും അല്ലാതെ ദോഷം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും തെറ്റായി ധരിച്ചിട്ട് പ്രിയപ്പെട്ട സുരേഷ്, അയ്യപ്പന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നേ. എന്തിനാണ് അയ്യപ്പന് പബ്ലിസിറ്റി? അയ്യപ്പന് പബ്ലിസിറ്റി വേണ്ടെന്ന് നിങ്ങൾ എന്തിനാ ശടിക്കുന്നത്? വേണ്ട, അയ്യപ്പന് വേണ്ട, അയ്യപ്പന് വേണ്ട, അയ്യപ്പന് പബ്ലിസിറ്റി വേണ്ട. നിങ്ങൾ എന്തിനാ ശടിക്കുന്നത്? അയ്യപ്പന് പബ്ലിസിറ്റി അല്ല, അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒറ്റ മിനിറ്റ്. അല്ല, അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അയ്യപ്പന്റെ കാര്യം നിങ്ങൾ ഈ അവിശ്വാസികൾക്ക്, നിരീശ്വരവാദികൾക്ക് അയ്യപ്പനെ ഇനി പബ്ലിസിറ്റി വാങ്ങിക്കൊടുക്കാൻ എന്താ ഇത്ര ഉത്സാഹം? ഒരു കാര്യം ഞാൻ പറയാം. എന്താ ഇത്ര ഉത്സാഹം? അയ്യപ്പന് ഇന്നിപ്പോ ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും മൂലയില്, കംബോഡിയയിലോ നൈജീരിയയിലോ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും മൂലയിലാണ് ഞാൻ പറഞ്ഞത്, അവിടെയും കൂടെ പ്രചാരണം എത്തണമെങ്കിൽ എത്തട്ടെ. അതിലെന്താ അതിപ്പോഴും എത്തുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയ ഒക്കെ സജീവമല്ലേ? രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ചേട്ടാ, ഞാൻ ഇട്ടിട്ട് പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആളാണ്. ഒരു മിനിറ്റ് ഇതൊന്ന് തീർത്തോട്ടെ. രണ്ടാമത് എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പെട്ടെന്ന്. അടുത്ത തവണ കംബോഡിയയിലേക്ക് പോവാണ് മുഖ്യമന്ത്രിയും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം കൂടെ. അല്ല, നിങ്ങൾ 2021 കംബോഡിയയിലാക്കാൻ നോക്കിയതാണ്. ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്. കംബോഡിയയിൽ എല്ലാം പറയുന്നല്ലോ.